Good morning. Question number 30. What aspect of her finding surprised Kara Sorelli? Aspect എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ക്വാളിറ്റീസ് അല്ലെ. വൺ ആസ്പെക്ട് ഓഫ് ഹർ ഫൈൻഡിങ്സ്, അവളുടെ കണ്ടുപിടുത്തങ്ങളിലെ ഏത് ക്വാളിറ്റിയാണ്, എന്താണ് ഖേറായെ അത്ഭുതപ്പെടുത്തിയത്? നമുക്ക് പാസേജിലേക്ക് പോകാം. Within the brain, scientists have glimpsed signs of physical damages from sleep loss, and the timeline for recovery, if any occurs, is unknown. Within the brain, തലച്ചോറിനുള്ളിൽ നമ്മൾ സയന്റിസ്റ്റുകൾ കണ്ട എന്താണ് ഗ്ലിംസ് എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കാണുക, സിമ്പിൾ ആയിട്ട് കാണുക എന്നുള്ള മീനിങ് എടുക്കുക. സയന്റിസ്റ്റ് ഹാവ് ഗ്ലിംസ്ഡ് സൈൻസ് ഓഫ് ഫിസിക്കൽ ഡാമേജ് ഫ്രോം സ്ലീപ്പ് ലോസ്. ഉറക്കം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഫിസിക്കൽ ഡാമേജസ് ഉണ്ടാകുന്നതായിട്ട് അവർ കണ്ടിട്ടുണ്ട്. ആൻഡ് ദ ടൈം ലൈൻ ഫോർ റിക്കവറി, ആ ഫിസിക്കലായിട്ടുള്ള ഡാമേജസുകൾ റിപ്പയർ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ സുഖപ്പെടാനുള്ള ടൈം ലൈൻ, കാലയളവ്, ഇഫ് എനി ഒക്കേഴ്സ്, അങ്ങനെ സുഖപ്പെടുന്നുണ്ടെങ്കിൽ ഈ അതായത് എപ്പം ഇതിന് റിപ്പയർ ചെയ്യപ്പെടും അല്ലെങ്കിൽ സുഖപ്പെടുമെന്നത് നമുക്കറിയാം. Kara Sorelli's team at Madison School of Medicine in the USA found structural changes in the cortical neurons of mice when the animals are kept awake for long periods. അപ്പോൾ പുള്ളിക്കാരിയുടെ ടീം ഒരു മെഡിസിൻ സ്കൂൾ ഓഫ് മെഡിസിൻ USA അവർ കണ്ടുപിടിച്ചു സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ കാർട്ടിക്കൽ ന്യൂറോൺസ് ഓഫ് മൈസ് എലികളിലെ കാർട്ടിക്കൽ ന്യൂറോൺസിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് വരുന്നതായിട്ട് കണ്ടു. എപ്പോ when the animals are kept awake for long periods, ഈ പറയുന്ന ജീവികളെ ഒരുപാട് നേരം ഉറങ്ങാൻ അനുവദിക്കാതെ വെച്ചിരുന്നപ്പോൾ അവയുടെ കാർട്ടിക്കൽ ന്യൂറോൺസിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. സ്പെസിഫിക്കലി പ്രത്യേകിച്ച് Khairli and colleagues saw signs of mitochondrial activation. അവർ കണ്ട മറ്റൊരു കാര്യം എന്താണ്? മൈറ്റോകോൺട്രിയൽ ആക്ടിവേഷൻ, which makes sense. ഈ മൈറ്റോകോൺട്രിയൽ ആക്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ as neurons need more energy to stay awake, she says. അതായത് ഇവയിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാകുന്നു, മൈറ്റോകോൺട്രിയൽ ആക്ടിവേഷൻ ഉണ്ടാകുന്നു. മൈറ്റോകോൺട്രിയൽ ആക്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂറോൺസിന് എന്ത് വേണം? ആ കുറച്ചും കൂടെ എനർജി വേണം. ആസ് വെൽ ആസ് അൺഎക്സ്പെക്ടഡ് ചേഞ്ചസ് സച്ച് ആസ് undigested cellular debris, signs of cellular aging that are unusual in neurons of young healthy mice. പിന്നെ അവർ കണ്ട മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഡൈജസ്റ്റഡ് സെല്ലുലാർ ഡെബ്രീസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ, അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള സെല്ലുലാർ ഡെബ്രീസ് കണ്ടു. സൈൻസ് ഓഫ് സെല്ലുലാർ ഏജിങ് ദാറ്റ് ആർ അൺയൂഷ്വൽ ഇൻ ദ ന്യൂറോൺസ് ഓഫ് യങ് ഹെൽത്തി മൈസ്. ഈ യങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മൈസിൽ ഈ സെല്ലുലാർ സയൻസ് ഓഫ് സെല്ലുലാർ ഏജിങ് എന്താണ്? അൺയൂഷ്വൽ ആണ്. ദ നമ്പർ ഓഫ് ബ്രാക്കറ്റിൽ ദ നമ്പർ ഓഫ് ഡെബ്രീസ് ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടിക്കിൾസ് വാസ് സ്മോൾ. അതായത് ദ നമ്പർ വാസ് സ്മോൾ, അതിന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ബട്ട് ഇറ്റ്സ് വറിസംസ്, അത് നമ്മളെ കുറച്ച് ആശങ്കപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ഓൺലി 4 to 5 days of sleep deprivation. അതായത് ഈ മാറ്റങ്ങൾ നമ്മൾ കണ്ടത് വെറും 4-5 ദിവസങ്ങൾ ഉറങ്ങാതിരുന്നപ്പോഴാണ്. says Khairli. After 36 hours of sleep recovery, a period during which she expected normalcy to resume, those changes remained. അതായത് ഈ ഉറക്കം നഷ്ടപ്പെട്ടു, അതായത് സ്ലീപ്പ് ഡെറ്റ് വന്നു, അതിനുശേഷം അത് റിക്കവർ ചെയ്യാനുള്ള ടൈം കൊടുത്തു. ആ ഒരു റിക്കവറി ടൈം കഴിഞ്ഞു the period which she expected normalcy to resume, അതായത് ഒരു വന്ന ഡാമേജുകളെല്ലാം ക്ലിയർ ആയി സുഖപ്പെടുന്ന ഒരു ടൈമിങ്. അപ്പം ആ ഒരു ടൈമിങ്ങിൽ അവൾ പ്രതീക്ഷിച്ചിരുന്നു. ദോസ് ചേഞ്ചസ് റിമെയിൻഡ്. പക്ഷേ അതിനകത്ത് മാറ്റങ്ങൾ വരും. ഈ ബ്രെയിനിൽ വന്നിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഡാമേജസുകൾ സുഖപ്പെടും, അതിന് ഇത്ര കാലം കൊണ്ട് സുഖപ്പെടും എന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും those changes remain. ആ ചേഞ്ചസ് അങ്ങനെ തന്നെ നിലനിന്നു. അതായത് ചേഞ്ചസ് ഒന്നും സുഖപ്പെട്ടില്ല. ക്ലിയർ? ഓപ്ഷൻ എ, there was no reversal of a certain effect of sleep deprivation. അപ്പം അവളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ there was no reversal of a certain effect of sleep deprivation. അതായത് ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ, നല്ലതായാലും ദോഷമായാലും മോസ്റ്റ്ലി ദോഷഫലങ്ങൾ തന്നെയാണ്.
there was no reversal. അതിനെന്തില്ല, ഒരു തിരിച്ചുവരവ് ഇല്ല. അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുമ്പോൾ മൂലമുണ്ടാകുന്ന ഫിസിക്കൽ ഡാമേജസ് ഒരിക്കലും സുഖപ്പെടുന്നില്ല. അതവിടെ പറഞ്ഞിട്ടുണ്ടോ? അതെ, ലാസ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ദോസ് ചേഞ്ചസ് റിമെയിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു ക്വയറി ആയിട്ട് അവിടെ എടുത്താം. രണ്ടാമത്തെ ബി, cortical neurons of mice underwent structural changes. Cortical neurons of mice underwent structural changes. അതായത് ഈ മൈസിന്റെ കാർട്ടിക്കൽ ന്യൂറോൺസ് എന്തായി, സ്ട്രക്ചറൽ ചേഞ്ചസിന് വിധേയമായി. അതുകൊണ്ട് കാര്യം അത്ഭുതപ്പെടുത്തിയിട്ട് കാരണം സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ കാർട്ടിക്കൽ ന്യൂറോൺസ് ഓഫ് മൈസ് when the animals are kept awake for long periods. Specifically, Kerley and colleagues saw signs of mitochondrial activation, which makes sense as neurons need more energy to stay awake. അതിനകത്ത് ആ ഒരു കാര്യം പുള്ളിക്കാരി അത്ഭുതപ്പെടുത്തിയായിട്ട് എനിക്ക് പറയാത്തതുകൊണ്ട് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണ്. സി, there was evidence of an increased need of energy in the brains of the mice. അത് പുള്ളിക്കാരി അത്ഭുതപ്പെടുത്തി. അതും സെയിം സെന്റൻസ് തന്നെയാണ്. That also didn't surprise her. So we are eliminating C. അപ്പൊ നമ്മൾ എ നിലനിർത്തിയിട്ടുണ്ട്, ബിയും സിയും എലിമിനേറ്റ് ചെയ്തു. ഡി നോക്കിക്കഴിഞ്ഞാൽ the neurological response of sleep deprivation only took few hours to become apparent. Apparent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമാവുക, വ്യക്തമായി കാണുക, അല്ലെ? The neurological response of sleep deprivation, ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ന്യൂറോളജിക്കൽ റെസ്പോൺസ് it took only few hours to become apparent. നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ എടുക്കുകയുള്ളൂ. The number was small, but it worrisome because it's only 4 to 5 days. ഇവിടെ ഇപ്പം നമ്മൾ ന്യൂറോളജിക്കൽ റെസ്പോൺസ് കണ്ടെടുക്കാനായിട്ട് നമുക്ക് എടുത്തത് 4 മുതൽ 5 വരെ ദിവസങ്ങൾ എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പറയുന്ന മണിക്കൂറുകൾ എന്നാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിയും എലിമിനേറ്റ് ചെയ്യും. നമുക്ക് തിരിച്ച് എ എന്ന് പറഞ്ഞ ആൻസറിലേക്ക് വരാം. അതിന് മുമ്പ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. വാട്ട് ആസ്പെക്ട് ഓഫ് അവർ ഫൈൻഡിങ് സർപ്രൈസ്ഡ് ഹർ? അവളുടെ കണ്ടുപിടുത്തങ്ങളിലെ ഏത് ആസ്പെക്ട്, ക്വാളിറ്റിയാണ്, ഏത് ഭാഗമാണ് അത്ഭുതപ്പെടുത്തിയത്? There was no reversal for a certain effect of sleep deprivation. ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കേടുപാടുകൾക്ക് ഒരിക്കലും ഒരു റിവേഴ്സൽ ഇല്ല, തിരിച്ചുവരവില്ല, അതായത് സുഖപ്പെടുന്നില്ല. ഇത് പുള്ളിക്കാരി അത്ഭുതപ്പെടുത്തിയോ? നമുക്ക് നോക്കാം. ആഫ്റ്റർ 36 hours ഓഫ് സ്ലീപ്പ് റിക്കവറി, 36 മണിക്കൂർ സ്ലീപ്പ് റിക്കവറിക്ക് ശേഷവും a period during which she expected normalcy to resume, അവൾ പ്രതീക്ഷിച്ചു ഒരു നോർമലിലേക്ക് തിരിച്ചു വരുന്നു. those changes remained, പക്ഷെ തിരിച്ചു വന്നില്ല. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യം നടക്കാതെ വരുന്നതല്ലേ അത്ഭുതപ്പെടുത്തുന്നത്, സർപ്രൈസ് ചെയ്തത്. സോ ഷി എക്സ്പെക്ടഡ് ദാറ്റ് ഇറ്റ് വിൽ ബി ഫൈൻ ഇൻ കപ്പിൾ ഓഫ് hours. അവൾ പ്രതീക്ഷിച്ചത് അത് ശരിയാകുമെന്നാണ്. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ, അത് സംഭവിച്ചില്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. Clear? If you feel any difficulty, please contact us for further clarification. Thank you.